ഹായ് ഗൈസ്, വെൽക്കം ടു ടെക്കളാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർ പ്രോഗ്രാമിങ്ങിലെ വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ആണ് നോക്കിയത്. എന്താണ് വേരിയബിളിന് നെയിം കൊടുക്കുന്നതിനുള്ള ഡിഫറെൻറ്റ് റൂൾസ്, അതുപോലെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്, ആ ഓരോ ഡേറ്റ ടൈപ്സും എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഓരോ വാല്യൂസ് ഓരോ ഡാറ്റ ടൈപ്പിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അഡീഷൻ ഒരു ഓപ്പറേറ്ററാണ്. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതൊരു ഓപ്പറേഷനാണ്. അവിടെ ആ പ്ലസ് ആണ് ഓപ്പറേറ്റർ. അതുപോലെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. സെക്കൻഡ് കാറ്റഗറി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഓപ്പറേറ്റേഴ്സ് ആർ പ്രോഗ്രാമിങ്ങിലുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് ആണ്. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. സപ്പോസ് ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. എക്സ് എന്നുള്ള വേരിയബിളിൽ 9 എന്നുള്ള വാല്യൂവിനെ അസൈൻ ചെയ്തു. ദെൻ വൈ എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ട് 10 അസൈൻ ചെയ്യുന്നു. ദെൻ എക്സിലുള്ള വാല്യൂവിനെയും വൈയിലുള്ള വാല്യൂവിനെയും എനിക്ക് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സെഡ് എന്നുള്ള പുതിയൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണം. സോ സെഡിലോട്ട് എക്സ് പ്ലസ് വൈനെ അസൈൻ ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ സെഡിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 19 ആയിരിക്കും. അതായത് എക്സിലുള്ള വാല്യൂ വൈയിലുള്ള വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലസ് എന്നുള്ള ഓപ്പറേറ്ററാണ് ഒന്നാമത്തെ അരിത്മെറ്റിക് ഓപ്പറേറ്റർ, അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് ഓപ്പറൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ ആണ് ഓപ്പറൻസ്, പ്ലസ് ആണ് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറൻസ് ഒന്നുകിൽ ഡയറക്റ്റ് വാല്യൂസ് ആവാം, അതല്ല എങ്കിൽ വേരിയബിൾസ് ആവാം. വേരിയബിൾസിൽ വാല്യൂ ഉണ്ടല്ലോ, സോ ഒന്നുകിൽ വേരിയബിൾസ് ആവാം അല്ലെങ്കിൽ ഡയറക്റ്റ് വാല്യൂസ് ആവാം. അതായത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂസിനെയും ആഡ് ചെയ്യാം. 4+8 പ്രിൻറ്റ് 4+8 കൊടുത്തിട്ട് നമ്മളതിനെ റൺ ചെയ്യിക്കുകയാണെങ്കിൽ ആ റിസൾട്ട് നമുക്ക് കിട്ടും. 12 എന്നുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതായത് വേരിയബിൾസിലോ അല്ലെങ്കിൽ വാല്യൂസിലോ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിലെ ഒന്നാമത്തെ ഓപ്പറേറ്റർ പ്ലസ്. ഇനി രണ്ടാമത്തെ ഓപ്പറേറ്റർ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈനസ് ഓപ്പറേറ്റർ. 7 - 2 പ്രിൻറ്റ് 7 - 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 എന്നുള്ള റിസൾട്ടായിരിക്കും കിട്ടുക. അത് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മൈനസ്. 7 and 2 ആ രണ്ട് വാല്യൂസ് ആണ് ഇവിടുത്തെ ഓപ്പറൻസ്. ദെൻ തേർഡ് ഓപ്പറേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രിൻറ്റ് 3 × 6. ഇവിടെ സ്റ്റാർ ആണ്, ആസ്റ്ററിസ്ക് ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. 3 × 6 നമുക്ക് 18 ആണ് റിസൾട്ടായിട്ട് കിട്ടുക. ദെൻ ഡിവിഷൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ പ്രിൻറ്റ് 8 ÷ 2. ഇതാണ് നമ്മൾ ഡിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. 8 ÷ 2 ചെയ്യുകയാണെങ്കിൽ 4 ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. ഇത്രയും ഓപ്പറേറ്റേഴ്സ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് ബേസിക് മാത്തമാറ്റിക്സിൽ നമ്മൾ ചെയ്യുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്. ഇത് കൂടാതെ അഡീഷണലായിട്ട് കുറച്ച് ഓപ്പറേറ്റേഴ്സും കൂടി ഇവിടെ വരുന്നുണ്ട്.
അതിലൊന്നാമത്തേത് എക്സ്പോണൻറ്റ്. അതായത് സപ്പോസ് നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം, അതല്ലെങ്കിൽ 3 raised to 6, 3 into 3 into 3 into 3 into 3, അതായത് 6 times 3. അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എക്സ്പോണൻഷിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പ്രിൻറ്റ് 4 raised to 3, അതായത് 4 into 4 into 4, അതാണ് 4 raised to 3. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് 64 ആയിരിക്കും. 4 into 4 16 ആണ്. അഗെയിൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 ആണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഓപ്പറേറ്ററാണ് എക്സ്പോണൻറ്റ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻറ്റ് സപ്പോസ് 5 സ്ക്വയർ 25 ആണ് നമുക്ക് കിട്ടുക. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് എക്സ്പോണൻ്റ് ഓപ്പറേറ്റർ. ഇനി അതുപോലെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്ന വേറൊരു ഓപ്പറേറ്ററാണ് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള റിമൈൻഡറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് 10നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അതുപോലെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ റിമൈൻഡറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് പ്രിൻറ്റ് 10 മോഡുലസ് 3. പെർസെൻറ്റേജിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ 2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡുലസ് ഓപ്പറേറ്ററാണ്. 10 മോഡുലസ് 3. 10 മോഡുലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആയിരിക്കും. ആ റിമൈൻഡറാണ് മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ ഡിവിഷനായിട്ട് നമുക്ക് കിട്ടുക. മോഡുലോ ഡിവിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, റൺ ചെയ്യുകയാണെങ്കിൽ 1 ആണ് നമുക്ക് കിട്ടുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻറ്റ് 11 മോഡുലസ് 4. 11 മോഡുലസ് 4 നമുക്ക് നോക്കാം. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 2 ആയിരിക്കും. അതായത് 2 മൾട്ടിപ്ലൈഡ് ബൈ 4 8 ആണ്. പിന്നെ ഒരു 4 അതിൽ പോകാനില്ല. പിന്നെ അവിടെ ബാക്കിയുള്ളത് 2 ആണ്. അതായത് റിമൈൻഡർ ആയിട്ട് വരുന്നത് 2 ആണ്. ആ 2 ആണ് നമുക്ക് മോഡുലോ ഡിവിഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുക. 2 അല്ല 3. 8ൽ ബാക്കി 11ൽ ബാക്കി വരുന്നത് 3 ആണ്. 8 + 3 ആണ് 11. ആ 3 ആണ് നമുക്കവിടെ മോഡുലോ ഡിവിഷൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. ദെൻ അതുപോലെ വരുന്ന വേറൊരു അരിത്മെറ്റിക് ഓപ്പറേറ്ററാണ് ഇൻറ്റിജർ ഡിവിഷൻ, അല്ലെങ്കിൽ ഫ്ലോർ ഡിവിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇൻറ്റിജർ ഡിവിഷൻ അതായത് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള ഇൻറ്റിജർ പാർട്ട് മാത്രം കിട്ടുക, ആ റിസൾട്ടിന് മാത്രം കിട്ടുക, റിമൈൻഡറിനെ ഒഴിവാക്കിയിട്ടുള്ള റിസൾട്ടിനെ മാത്രം കിട്ടുക. ഈ പറഞ്ഞ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ആ 2നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ 11നെ 2 കൊണ്ടാണ് ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 ആണ് കിട്ടുക. കാരണം 11ൽ 5 ടൈംസ് 2 ഉണ്ട്. അതായത് 5 × 2 എന്ന് പറയുന്നത് 10 ആണ്. സോ 5 പ്രാവശ്യം എന്തുണ്ട്, 2 11ലുണ്ട്. അതായത് റിസൾട്ട് എന്ന് പറയുന്നത് 5 ആണ്. അവിടെ റിമൈൻഡർ 1 ആണ്. ഇനി നമ്മൾ 5 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, 11നെ 5 കൊണ്ടാണ് ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും.
2 ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. റിമൈൻഡർ ആയിട്ടാണ് നമുക്ക് 1നെ കിട്ടുന്നത്. അത് നമുക്ക് ഫ്ലോട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. റിമൈൻഡർ ഫ്ലോട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഇൻറ്റിജർ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടിനെ മാത്രമായിരിക്കും കിട്ടുക. സോ ഇതാണ് നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. പെർസെൻറ്റേജ്, ദെൻ ഡിവിഷൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേറ്റർ, അഗെയിൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ വേറൊരു പെർസെൻറ്റേജ് ഓപ്പറേറ്റർ. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു സിംഗിൾ ഓപ്പറേറ്ററായിട്ട് മാറുന്നത്. ഇൻറ്റിജർ ഡിവിഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ ഓപ്പറേറ്ററായിട്ട് മാറുന്നത്. ഇത്രയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. അതുപോലെ വരുന്ന അടുത്തൊരു കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. നമ്മളൊരു വേരിയബിളിലോട്ട് വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എക്സിലോട്ട് 9നെ അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പറേറ്റർ ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതുപോലെ ഇവിടെ വൈയിലോട്ട് 10നെ അസൈൻ ചെയ്യാൻ, സെഡിലോട്ട് എക്സ് പ്ലസ് വൈനെ അസൈൻ ചെയ്യാൻ, ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ള ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. സോ അതാണ് സെക്കൻഡ് കാറ്റഗറി, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഇത് കൂടാതെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വേറെ ഉണ്ട്. ഗ്ലോബൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഞാനിത് ക്ലിയർ ചെയ്യാണ്. അപ്പോൾ ആ പേര് പോലെ തന്നെ വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നമ്മുടെ അടുത്ത് 2 വാല്യൂസ് ഉണ്ട്, 2 വേരിയബിൾസിലായിട്ട് 2 വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസ് ഈക്വൽ ആണോ എന്നുള്ള കമ്പാരിസൺ നടത്തണം. ഇനി അതല്ല, ഒരു വാല്യൂ മറ്റതിനേക്കാളും വലുതാണോ ചെറുതാണോ അങ്ങനെയുള്ള കമ്പാരിസൺസ് നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, എക്സ്. എക്സിലോട്ട് നമുക്ക് 5നെ അസൈൻ ചെയ്യാം. അതുപോലെ വൈയിലോട്ടും ഞാൻ 5നെ തന്നെ അസൈൻ ചെയ്യുന്നു. ദെൻ സെഡിലോട്ട് വേറൊരു വാല്യൂ നമുക്ക് 8 എടുക്കാം. 8നെ അസൈൻ ചെയ്തു. ഇവിടെ 3 വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 3 വേരിയബിൾസിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സപ്പോസ് എനിക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. അത് ഈക്വൽ ആണോ എന്നുള്ള കമ്പാരിസൺ നടത്തണം. അത് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് 2 പ്രാവശ്യം ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി 2 ഓപ്പറേറ്റേഴ്സ് അല്ല, അതൊരു സിംഗിൾ ഓപ്പറേറ്ററാണ്. അതാണ് നമ്മൾ അതിൻ്റെ ഓപ്പറൻസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. അതായത് ഇവിടെ എക്സും വൈയും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ട്രൂ ഏതാണ്? ട്രൂ ബൂലിയൻ വാല്യൂ ആണ്, അല്ലെങ്കിൽ ലോജിക്കൽ വാല്യൂ ആണ്. ഡേറ്റ ടൈപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൂലിയൻ വാല്യൂസ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇത് രണ്ടുമാണ് ബൂലിയൻ വാല്യൂസ്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ട്രൂ ആണ്, വിച്ച് മീൻസ് എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ. അതായത് എക്സും വൈയും ഈക്വൽ ആണ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ എക്സും സെഡും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു സെഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഫോൾസ് എന്നാണ് കിട്ടുക. കാരണം എക്സിൽ 5ഉം സെഡിൽ 8ഉം ആണ്. സോ അത് രണ്ടും ഈക്വൽ അല്ല. സോ നമുക്ക് ഫോൾസ് എന്നാണ് കിട്ടുക. അതുപോലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് 2 വാല്യൂസും ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്തത്. ഇനി അതിൻ്റെ നേരെ റിവേഴ്സ്, ഈക്വൽ അല്ല എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2 വാല്യൂസ് ഈക്വൽ അല്ല, അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, അതിൻ്റെ കൂടെ ഒരു ഈക്വൽ ടു ഓപ്പറേറ്ററും കൂടി ചേർക്കുമ്പോൾ ഇതൊരു സിംഗിൾ ഓപ്പറേറ്ററാണ്. ഇവിടെ എക്സും വൈയും ഈക്വൽ അല്ല എങ്കിൽ മാത്രമാണ് നമുക്ക് ട്രൂ കിട്ടുക. ഈക്വൽ ആണെങ്കിൽ ഫോൾസ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഒരു കേസിൽ എക്സും വൈ ഈക്വൽ ആണ്, എക്സിലും 5 ആണ്, വൈയിലും 5 ആണ്. ഇത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോൾസ് ആണ് കിട്ടുക. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ശരിയല്ല. എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്നുള്ളത് ശരിയല്ല, അത് ഫോൾസ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഫോൾസ് ആണ് കിട്ടുക. ഇനി അതേസമയം
പ്രിൻറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു സെഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ട്രൂ ആണ് കിട്ടുക. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു സെഡ് ആണ്. എക്സിൽ 5ഉം സെഡിൽ 8ഉം ആണ്. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു സെഡ് എന്നുള്ളത് ട്രൂ ആണ്. സോ നമുക്ക് ട്രൂ ആണ് കിട്ടുക. സോ അതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിലെ സെക്കൻഡ് ഓപ്പറേറ്റർ. അടുത്തായിട്ട് വരുന്നത് ലെസ് ദാൻ ഓപ്പറേറ്ററാണ്. ഒരു വാല്യൂ മറ്റതിനേക്കാളും ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് എക്സ് ലെസ് ദാൻ വൈ. പ്രിൻ്റ് എക്സ് ലെസ് ദാൻ വൈ കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഫാൾസ് ആണ് നമുക്ക് കിട്ടുക. കാരണം എക്സിൽ 5 ആണ്, വൈയിൽ 5 ആണ്. 5 ലെസ് ദാൻ 5 അത് ഫാൾസ് ആണല്ലോ. 5 ചെറുതല്ല. ഇനി നമ്മൾ ഈ വൈക്ക് പകരം സെഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ പ്രിൻ്റ് എക്സ് ലെസ് ദാൻ സെഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കവിടെ ട്രൂ ആണ് കിട്ടുക. കാരണം എക്സിൽ 5ഉം സെഡിൽ 8ഉം ആണ്. സോ 5 ലെസ് ദാൻ 8 എന്നുള്ളത് ട്രൂ ആണ്. സോ നമുക്ക് ട്രൂ ആണ് റിസൾട്ടായിട്ട് കിട്ടുക. ഇനി അതുപോലെ അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററാണ്. ഒരു വാല്യൂ മറ്റേതിനേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് കൊടുത്ത് നോക്കാം. പ്രിൻ്റ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ്. എക്സിൽ 5ഉം സെഡിൽ 8ഉം ആണെന്നുള്ളത് നോട്ട് ചെയ്യാം. 5 ഗ്രേറ്റർ ദാൻ 8 അത് ഓക്കെ അല്ല അല്ലേ? 5 8 കൂടുതലല്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫാൾസ് ആണ് കിട്ടുക. ഇനി അതേസമയം സെഡ് ഗ്രേറ്റർ ദാൻ എക്സ് ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് ട്രൂ കിട്ടിയേനെ. ബിക്കോസ് 8 ഗ്രേറ്റർ ദാൻ 5 അത് ട്രൂ ആണ്. ഇനി അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെയും നമുക്ക് ഫാൾസ് തന്നെയാണ് കിട്ടുക. കാരണം എക്സിലും 5 ആണ്, വൈയിലും 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ നമുക്ക് ഫാൾസ് ആണ് അവിടെ കിട്ടുക. ഇനി അതുപോലെ വരുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിലെ അടുത്ത ഓപ്പറേറ്ററാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. പ്രിൻ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇവിടെ ഒന്നുകിൽ എക്സ് ലെസ് ദാൻ വൈ ആവണം, അതല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആവണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഓക്കെ ആണെങ്കിൽ തന്നെ, അതായത് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രൂ കിട്ടും. ഇവിടെ നോക്കുക, ഇവിടെ എക്സിൽ 5ഉം വൈയിൽ 5ഉം ആണ്. അതായത് എക്സിലും വൈയിലും 5 ആണ്. സോ എക്സ് ലെസ് ദാൻ 5 വൈ ഒരിക്കലും ട്രൂ അല്ല. പക്ഷേ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ രണ്ടിലേതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രൂ ആണ് കിട്ടുക. സോ അതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ. ഇനി അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇവിടെയും അതുപോലെ ഒന്നുകിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആവണം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആവണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രൂ കിട്ടും. ഇവിടെ നോക്കാം, ഇവിടെ എക്സിൽ 5 ആണ്, അതുപോലെ വൈയിലും 5 ആണ്. സോ 5 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് ട്രൂ അല്ല, പക്ഷേ 5 ഈക്വൽ ടു 5 എന്നുള്ളത് ട്രൂ ആണ്. സോ നമുക്ക് ട്രൂ ആണ് അവിടെ റിസൾട്ടായിട്ട് കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ കവർ ചെയ്യും. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഈ 3 ഓപ്പറേറ്റേഴ്സാണ്. അത് പറയുന്നതിന് മുന്നേ ഞാനൊരു 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. എക്സിൽ 5നെ അസൈൻ ചെയ്യുന്നു, വൈയിൽ 6നെ അസൈൻ ചെയ്യുന്നു, സെഡിൽ 7നെ അസൈൻ ചെയ്യുന്നു.
ഇവിടെ 3 വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 2 കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സ് ലെസ് ദാൻ വൈ, രണ്ടാമതായിട്ട് വൈ ലെസ് ദാൻ സെഡ്. എക്സ് ലെസ് ദാൻ വൈ അത് ട്രൂ ആണ്, വൈ ലെസ് ദാൻ സെഡ് അതും ട്രൂ ആണ്. ഇത് നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ട്രൂ ആണ് കിട്ടുക. രണ്ടും ട്രൂ ആണ്, 2 കണ്ടീഷൻസും ട്രൂ ആണ്. പക്ഷേ ഇത് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. എക്സ് ലെസ് ദാൻ വൈയും വൈ ലെസ് ദാൻ സെഡും രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇനി ഇതിനെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കാം. അതായത് കമ്പൈൻ ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, എക്സ് ലെസ് ദാൻ വൈയും ട്രൂ ആവണം, വൈ ലെസ് ദാൻ സെഡും ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ട്രൂ കിട്ടിയാൽ മതി. അതായത് എക്സ് ലെസ് ദാൻ വൈയും ആവണം, വൈ ലെസ് ദാൻ സെഡും ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ ഫൈനൽ കണ്ടീഷൻ, ആ ഒരു എൻറ്റയർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം, ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2 കണ്ടീഷൻസിനെയും ആൻഡ് എന്നുള്ള ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാം. പ്രിന്റ് എക്സ് ലെസ് ദാൻ വൈ ആൻഡ് വൈ ലെസ് ദാൻ സെഡ്. ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ആണ് ഒന്നാമത്തെ കണ്ടീഷൻ, വൈ ലെസ് ദാൻ സെഡ് ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. എക്സ് ലെസ് ദാൻ വൈ ട്രൂ ആണ്, വൈ ലെസ് ദാൻ സെഡും ട്രൂ ആണ്. ഈ കേസിൽ ട്രൂ ആണ്. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് അത് ട്രൂ ആണ്. നമ്മൾ ഈ 2 കണ്ടീഷൻ്റെയും ഇടയിൽ ആൻഡ് ഓപ്പറേറ്റർ, ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ഇൻ ആർ. അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ 2 ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രം, ആൻഡ് ഓപ്പറേറ്ററിൻ്റെ 2 ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഫൈനൽ റിസൾട്ട് ട്രൂ കിട്ടുക. അതായത് ഇവിടെ ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ട്രൂ ആണ് കിട്ടുന്നത്. കാരണം എക്സ് ലെസ് ദാൻ വൈ ട്രൂ ആണ്, വൈ ലെസ് ദാൻ സെഡ് ട്രൂ ആണ്. സോ എനിക്ക് ട്രൂ കിട്ടും. അതായത് ആൻഡിൻ്റെ 2 ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുക. ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടുക. സപ്പോസ് ഞാനിവിടെ വൈ ലെസ് ദാൻ സെഡിന് പകരം വൈ ഈക്വൽ ടു സെഡ് ആണ് കൊടുക്കുന്നതെന്ന് നോക്കാം. വൈ ഈക്വൽ ടു സെഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്, ട്രൂ ആണ്. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ ഫോൾസ് ആണ്. സോ ട്രൂവിനെയും ഫോൾസിനെയും ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾസ് ആണ് കിട്ടുക. ഇനി അതുപോലെ ഒന്നാമത്തെ കണ്ടീഷൻ ഫോൾസും രണ്ടാമത്തത് ട്രൂ ആണെങ്കിലും നമുക്ക് ഫോൾസ് ആണ് കിട്ടുക. രണ്ടും ഫോൾസ് ആണെങ്കിലും നമുക്ക് ഫോൾസ് തന്നെയാണ് റിസൾട്ടായിട്ട് കിട്ടുക. രണ്ടും ട്രൂ ആവുന്നത് എപ്പോഴാണോ, ആൻഡ് ഓപ്പറേറ്ററിൻ്റെ 2 ഓപ്പറൻസും ട്രൂ ആവുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ടിൽ ട്രൂ കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ആൻഡ് ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ്. ഇനി അതുപോലെ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. നമ്മുടെ അടുത്തുള്ള 2 കണ്ടീഷൻസിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ട്രൂ റിസൾട്ടായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതായത് ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ആണ് എൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. ദെൻ വൈ ഈക്വൽ ടു സെഡ് ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ട്രൂ ആണ്, വൈ ലെസ് ദാൻ സെഡ് ഫോൾസ് ആണ്. പക്ഷെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഓപ്പറേറ്ററാണ്. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ 2 ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ തന്നെ നമുക്ക് ട്രൂ റിസൾട്ടായിട്ട് കിട്ടും. റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ട്രൂ ആണ് കിട്ടുക. ഇനിയിപ്പോൾ 2ഉം ട്രൂ ആയെന്ന് വിചാരിച്ചിട്ടും പ്രശ്നമില്ല, അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ട്രൂ ആണല്ലോ. ഓർ ഓപ്പറേറ്ററിൻ്റെ 2ഉം ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഫോൾസ് റിസൾട്ടായിട്ട് കിട്ടുക. 2ഉം ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഫോൾസ് കിട്ടുള്ളൂ. സപ്പോസ് ഇവിടെ എക്സ് ഈക്വൽ ടു വൈ ആണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വിചാരിക്കാം, വൈ ഈക്വൽ ടു സെഡ് ആണ് രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത് ഫോൾസ് ആണ്, 5 ഈക്വൽ ടു 6 എന്നുള്ളത് ഫോൾസ് ആണ്, വൈ ഈക്വൽ ടു സെഡ് എന്നുള്ളതും ഫോൾസ് ആണ്. ഫോൾസ് ഓർ ഫോൾസ് അങ്ങനെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫോൾസ് രണ്ടിനെയും ഓർ വെച്ച് കമ്പൈൻ ചെയ്തു. അവിടെ നമുക്ക് ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടുക. ഫോൾസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. അതായത് ആൻഡ് ഓപ്പറേറ്ററിൽ 2ഉം ട്രൂ ആണെങ്കിൽ മാത്രം റിസൾട്ട് ട്രൂ ആയിരിക്കും.
ഓർ ഓപ്പറേറ്ററിൽ രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രം റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അത്രയും മനസ്സിലാക്കാം. ദെൻ അതുപോലെ വരുന്ന മൂന്നാമത്തെ ലോജിക്കൽ ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട്. ഈ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷനെ നേരെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. സപ്പോസ് ഇവിടെ പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു വൈ, 5 = 6 എന്നുള്ളത് ഫോൾസ് ആണല്ലോ. സോ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളത് ഫോൾസ് ആയിരിക്കും. ഫോൾസ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. പക്ഷേ നമ്മൾ ഇതിൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യാണ്. ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതാണ് നോട്ട് ഓപ്പറേറ്റർ. ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഈ ഒരു ക്യാരക്ടറാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്ററായിട്ട് നമ്മൾ കൊടുക്കാം. ദെൻ അതിൻ്റെ ഓപ്പറൻ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എക്സ് ഈക്വൽ ടു വൈ ആണ്. സോ അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ ഒരു കേസിൽ ഫോൾസ് ആണ്. 5 = 6 എന്നുള്ളത് ഫോൾസ് ആണ്. സോ നമുക്കിവിടെ ഫോൾസ് ആണ് എക്സ് ഈക്വൽ ടു വൈയുടെ റിസൾട്ട് കിട്ടാം. പക്ഷേ നോട്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം. അവിടെ നമുക്ക് ട്രൂ ആണ് കിട്ടുക. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ നേരെ റിവേഴ്സ് ആക്കാൻ വേണ്ടി അതിനാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ടിനെ നേരെ റിവേഴ്സായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻറ്റ് എക്സ് ലെസ് ദാൻ വൈ. എക്സ് ലെസ് ദാൻ വൈ ട്രൂ ആണ്. എക്സ് ലെസ് ദാൻ വൈ ട്രൂ ആണ്. ഓക്കെ. പക്ഷേ നമ്മൾ ഇവിടെ നോട്ട് എക്സ് ലെസ് ദാൻ വൈ കൊടുക്കുകയാണെങ്കിൽ, നോട്ട് എക്സ് ലെസ് ദാൻ വൈ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫോൾസ് ആണ് റിസൾട്ടായിട്ട് കിട്ടുക. അതായത് റിസൾട്ടിനെ നേരെ റിവേഴ്സ് ആക്കും. സോ ഈ മൂന്നെണ്ണമാണ് ബേസിക്കായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഇത്രയാണ് ആർ പ്രോഗ്രാമിങ്ങിലെ ബേസിക് ഓപ്പറേറ്റേഴ്സ്. ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിൽ നോർമലി നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും ഓപ്പറേറ്റേഴ്സും, അതുകൂടാതെ എക്സ്പോണൻറ്റ്, മോഡുലോ ഡിവിഷൻ അല്ലെങ്കിൽ മോഡുലസ്, ദെൻ ഇൻറ്റിജർ ഡിവിഷൻ, അത്രയും ഓപ്പറേറ്റേഴ്സ് എക്സ്ട്രാ അതിൽ അഡീഷണലായിട്ട് വരും. ദെൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, വാല്യൂസിനെ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. വേരിയബിൾസിലോട്ട് വാല്യൂസിനെ അസൈൻ ചെയ്യാൻ വേണ്ടി. ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ്, ഓർ, നോട്ട്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അതുകൂടാതെ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് നോട്ട്, അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സും കൂടിയുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.